ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡൈവേർജൻസ് ഇൻ DNA എന്ന വിഷയമാണ് ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. DNAകളിൽ ന്യൂക്ലിയോടൈഡ് സീക്വൻസുകൾ എങ്ങനെയാണ് ഡൈവേർജ് ചെയ്തു വന്നിട്ടുള്ളത്, ജീവജാലങ്ങളിൽ ഈ ഡൈവേർജൻസ് ഏതൊക്കെ തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ഹ്യൂമൻ ബീയിങ്സും മറ്റ് ജീവജാലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയോടൈഡ് സീക്വൻസിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതിന് ഇടയാക്കിയിട്ടുള്ള എൻവയോൺമെൻ്റൽ കണ്ടീഷൻസ് തുടങ്ങിയവയാണ് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡൈവേർജൻസ് ഇൻ DNA എന്ന വിഷയത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വിശദാംശങ്ങൾ. ന്യൂക്ലിയോടൈഡ് സീക്വൻസ്. ആദ്യം നമുക്ക് ന്യൂക്ലിയോടൈഡുകൾ എന്താണെന്ന് പരിശോധിക്കാം. ന്യൂക്ലിയോടൈഡ്സ് ആർ ഓർഗാനിക് മോളിക്യൂൾസ് കൺസിസ്റ്റിംഗ് ഓഫ് എ ന്യൂക്ലിയോസൈഡ് ആൻഡ് എ ഫോസ്ഫേറ്റ്. ഒരു ന്യൂക്ലിയോസൈഡും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ചേരുമ്പോഴാണ് ന്യൂക്ലിയോടൈഡുകൾ രൂപപ്പെടുന്നത്. They serve as monomeric units of nucleic acid polymers, that is deoxyribonucleic acid and ribonucleic acid, both of which are essential biomolecules within all life forms of Earth. ഇങ്ങനെ ന്യൂക്ലിയോസൈഡുകളും ഫോസ്ഫേറ്റുകളും കൊണ്ട് രൂപപ്പെടുന്ന ന്യൂക്ലിയോടൈഡുകൾ ജീവജാലങ്ങളുടെ അടിസ്ഥാന ഘടകങ്ങളായി അല്ലെങ്കിൽ ഹെറിഡിറ്ററി ക്യാരക്ടേഴ്സായി അല്ലെങ്കിൽ ജീവൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ബേസിക് മോളിക്യൂളുകളായിട്ട് പ്രവർത്തിക്കുന്നു. ന്യൂക്ലിയോടൈഡ്സ് ആർ ഒബ്ടൈൻഡ് ഇൻ ദ ഡയറ്റ് ആൻഡ് ആർ ഓൾസോ സിന്തസൈസ്ഡ് ഫ്രം കോമൺ ന്യൂട്രിയൻസ് ബൈ ലിവർ. ജീവജാലങ്ങളിൽ ന്യൂക്ലിയോടൈഡുകൾ എത്തിപ്പെടുന്നത് അവയുടെ ആഹാരത്തിലൂടെയും അല്ലെങ്കിൽ ജീവജാലങ്ങളിൽ ന്യൂക്ലിയോടൈഡുകൾ ലിവറിൽ സ്വാഭാവികമായിട്ടും ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ന്യൂക്ലിയോടൈഡ്സ് ആർ കമ്പോസ്ഡ് ഓഫ് 3 സബ് യൂണിറ്റ് മോളിക്യൂൾസ്. ന്യൂക്ലിയോടൈഡുകൾ 3 അടിസ്ഥാന ഘടകങ്ങളുണ്ട്. എ ന്യൂക്ലിയോ ബേസ്, എ 5 കാർബൺ ഷുഗർ, റൈബോസ് ഓർ ഡിയോക്സിറൈബോസ് and a phosphate group consisting of 1 or 3 phosphates. ന്യൂക്ലിയോടൈഡുകൾ ഒരു ന്യൂക്ലിയോ ബേസ്, 5 കാർബൺ ഷുഗർ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്നീ 3 ഘടകങ്ങൾ കൊണ്ടാണ് ന്യൂക്ലിയോടൈഡുകൾ ഫോം ചെയ്തിരിക്കുന്നത്. The 4 nuclear bases in DNA are guanine, adenine, cytosine and thymine. ഇങ്ങനെ നൈട്രജൻ ബേസുകളായിട്ട് DNA-യിൽ കാണപ്പെടുന്നത് ഗ്വാനിനും അഡിനിനും സൈറ്റോസിനും തൈമിനുമാണ്. RNA-യിൽ യുറാസിൽ ഈസ് യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് തൈമിൻ. തൈമിന് പകരമായി RNA-യിൽ യുറാസിലാണ് കാണപ്പെടുക. ബയോളജിക്കൽ deoxyribonucleic acid represents the information which directs the functions of all living things. ഇങ്ങനെ ബയോളജിക്കലായിട്ട് രൂപപ്പെടുന്ന ഇത്തരം ന്യൂക്ലിയോടൈഡുകൾ വിച്ച് റെപ്രസെൻറ്റ്സ് ദ ഇൻഫർമേഷൻ വിച്ച് ഡിറക്ട്സ് ദ ഫങ്ഷൻസ് ഓഫ് ഓൾ ലിവിങ് തിങ്സ്. ഒരു ജീവിയുടെ ഘടനാപരവുമായും അതിൻ്റെ പ്രവർത്തനപരമായിട്ടും അല്ലെങ്കിൽ ജീവൽ പ്രവർത്തനപരമായിട്ടുള്ള എല്ലാ ഫങ്ഷൻസും നിർവഹിക്കപ്പെടുന്നത് ബയോളജിക്കൽ മോളിക്യൂളായിട്ടുള്ള ന്യൂക്ലിയോടൈഡുകളുടെ നേതൃത്വത്തിലാണ്. അല്ലെങ്കിൽ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന DNA-കളാണ് ഒരു ജീവിയുടെ ജീവൽ പ്രവർത്തനത്തിന് അടിസ്ഥാനം എന്ന് പറയുന്നത്. കമ്പാരിസൺസ് ഓഫ് ദ DNA sequence of various genes between different organisms can tell us a lot about the relationship of organisms that control cannot be correctly inferred from morphology. ജീവജാലങ്ങളുടെ DNA എടുത്ത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മോർഫോളജിക്കലായിട്ട് നമുക്ക് തോന്നുന്ന വ്യത്യാസങ്ങളും സാമ്യങ്ങളും അതിനേക്കാൾ ഉപരി ജീവജാലങ്ങൾ എത്രത്തോളം അതിൻ്റെ ന്യൂക്ലിയോടൈഡുകളുടെ പ്രത്യേകിച്ചും DNA-യുടെ അടിസ്ഥാന ഘടകങ്ങളിൽ അല്ലെങ്കിൽ നിർമ്മാണ ഘടകങ്ങളിൽ എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. One definite problem is that the DNA itself is a scattered and a fragmentary document of history, and we have to be careful
of the effects of changes in the genome that can bias our picture of organismal evolution. DNA സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രായോഗിക പ്രശ്നമാണ്, അല്ലെങ്കിൽ അനാലിസിസ് വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. കാരണം DNA എന്ന് പറയുന്നത് ജീനുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങളാണ്. ജീനുകൾ നൂറ്റാണ്ടുകളായി രൂപപ്പെട്ടു വന്നതാണ് ജീവജാലങ്ങൾ. ഓരോ ജീനിൻ്റെയും അതിൻ്റെ ന്യൂക്ലിയോടൈഡിൻ്റെ സീക്വൻസുകൾ അല്ലെങ്കിൽ ബേസ് പെയറുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവല്യൂഷണറി പ്രോസസ്സ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജീനോം എവല്യൂഷൻ പഠിക്കുമ്പോൾ DNA തന്നെ സ്കാറ്റേർഡ് ആയിട്ടുള്ള, അതായത് ഇൻഫർമേഷൻ വളരെ വിശാലവും DNA-യിൽ വളരെ സൂക്ഷ്മമായ രീതിയിലും ക്രമീകരിച്ചിരിക്കുന്നത് കൊണ്ട് വളരെ സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെ മാത്രമേ സീക്വൻസ് അനാലിസിസ് അല്ലെങ്കിൽ പ്രത്യേകിച്ചും ജീവജാലങ്ങളുടെ എവല്യൂഷനെ കുറിച്ച് ജെനറ്റിക്സിലൂടെ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. മോർഫോളജിക്കൽ ക്രൈറ്റീരിയ along with a strong fossil record are helpful in sorting out the relationship between higher animals and plants. ബാഹ്യമായിട്ടുള്ള മോർഫോളജിക്കലായിട്ടുള്ള ഘടകങ്ങളും അതേപോലെ തന്നെ ഫോസിൽ റെക്കോർഡ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫോസിൽ റെക്കോർഡുകളും DNA സീക്വൻസുകളെ കുറിച്ചുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ DNA സീക്വൻസുകളും ഒരുമിച്ച് ചേർത്തുകൊണ്ട് മാത്രമേ നമുക്ക് ജീവജാലങ്ങൾ തമ്മിലുള്ള, അല്ലെങ്കിൽ സസ്യങ്ങളായാലും ജന്തുക്കളായാലും ജീവജാലങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം, എവല്യൂഷണറി ഹിസ്റ്ററി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി DNA സീക്വൻസിങ്, ഇനി DNAയുടെ ഡൈവേർജൻസിലേക്ക് നമുക്ക് വരാം. സീക്വൻസിങ് എന്ന മെത്തേഡാണ് DNAയുടെ സീക്വൻസുകളെ കുറിച്ച് അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്ന ടെക്നിക് എന്ന് പറയുന്നത്. DNA sequencing is the process of determining the nucleic acid sequence. ന്യൂക്ലിക് ആസിഡിൻ്റെ സീക്വൻസുകൾ, അറേഞ്ച്മെൻറ്റുകൾ പഠിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് DNA സീക്വൻസിങ് എന്ന് പറയുന്നത്. It includes any method or technology that is used to determine the order of 4 bases, that is adenine, guanine, cytosine and thymine. പ്രധാനമായിട്ടും ന്യൂക്ലിയോടൈഡുകളുടെ സീക്വൻസുകൾ അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ എന്നിവയുടെ സീക്വൻസിലൂടെ തന്നെ നമുക്ക് DNA-യുടെ ഘടന മനസ്സിലാക്കുവാനും അത് ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത DNA-കൾ സീക്വൻസ് നടത്തി കമ്പാരിറ്റീവ് അനാലിസിസ് വഴി സീക്വൻസിലുള്ള ചേഞ്ചുകൾ നമുക്ക് ഒബ്സർവ് ചെയ്യാനും കഴിയും. DNA sequencing reveals the genetic information that is carried in a particular DNA segment, a whole genome, or a complex microbiome. DNA sequencing വഴി ജനറ്റിക് ഇൻഫർമേഷൻ ഒരു പ്രത്യേക DNA-യിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ DNA സെഗ്മെൻറ്റിൽ നിന്നോ, ഒരു ഓൾ ജീനോം, ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ജീനോമിൽ നിന്നോ, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് മൈക്രോബയോം, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ബയോളജിക്കൽ ഓർഗാനിസംസിൽ നിന്നും നമുക്ക് DNA-യുടെ സീക്വൻസിങ് അല്ലെങ്കിൽ DNA സീക്വൻസിങ് എന്ന മെത്തേഡിലൂടെ സീക്വൻസ് വേർതിരിച്ചെടുക്കാൻ കഴിയും. Scientists can use the sequence of information to determine which genes and regulatory instructions and contained in the DNA molecules. ഇങ്ങനെ DNA സീക്വൻസിങ് എന്ന മെത്തേഡിലൂടെ സയൻറ്റിസ്റ്റുകൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ജീനുകളാണ് DNA-യിൽ അടങ്ങിയിരിക്കുന്നത്, ആ ജീനുകൾ എങ്ങനെയാണ് ഒരു പ്രവർത്തനത്തെ, പ്രത്യേകിച്ചും പ്രോട്ടീൻ നിർമ്മാണത്തിനെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള അമിനോ ആസിഡുകളുടെ സീക്വൻസിനെ നിർണ്ണയിക്കുന്നതെന്ന് കണ്ടെത്താൻ കഴിയും. Thus, DNA sequence can be screened for characteristic features of genes such as an open reading frames and CGP islands. DNA സീക്വൻസിലൂടെ ഓപ്പൺ റീഡിംഗ് ഫ്രെയിമുകളിലും CGP ഐലൻഡുകളും, അതായത് പ്രധാനമായിട്ടും DNA-യിൽ നിന്നും പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്ന സീക്വൻസുകളും പ്രോട്ടീൻ നിർമ്മിക്കപ്പെടാത്ത അല്ലെങ്കിൽ
എക്സ്പ്രസ് ചെയ്യപ്പെടാത്ത ഐലൻഡുകൾ, CGP ഐലൻഡുകൾ, അതായത് സീക്വൻസുകൾ അല്ലെങ്കിൽ ജീനുകൾ കണ്ടെത്താനായിട്ട് DNA സീക്വൻസിങ് സഹായിക്കും. ഇവിടെ പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, സീക്വൻസിങ് എന്ന മെത്തേഡിലൂടെ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യും, വ്യത്യസ്ത DNA ഇൻ്റർപ്രറ്റ് ചെയ്യുവാനും ഒരു DNA-യിൽ ഒരു പർട്ടിക്കുലർ റീജിയൻ അല്ലെങ്കിൽ ജീന് അത് എന്തിനെയാണ്, ഏത് പ്രോട്ടീനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നും ആ പ്രോട്ടീൻ്റെ ഫങ്ഷൻ തുടങ്ങിയവയൊക്കെ മനസ്സിലാക്കാനും, അങ്ങനെ ഓപ്പൺ റീഡിംഗ് ഫ്രെയിമുകളെ കുറിച്ചും CGP ഐലൻഡ്സ്, പ്രത്യേകിച്ച് ഫങ്ഷൻസ് ഒന്നുമില്ലാത്ത, എക്സ്പ്രസ് ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രം സ്വിച്ച് ഓൺ ചെയ്യുന്ന ജീനുകളെക്കുറിച്ചുമൊക്കെ സീക്വൻസിങ് എന്ന മെത്തേഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹോമോലോഗസ് DNA sequencing from different organisms can be compared for evolutionary analysis between species or populations. അതുപോലെ തന്നെ ഹോമോലോഗസ് DNA സീക്വൻസിങ്ങിലൂടെ വ്യത്യസ്ത ജീവജാലങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധവും ഒരേ വിഭാഗത്തിൽ വരുന്ന ജീവജാലങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. നോട്ടബിളി DNA sequencing can reveal changes in a gene that may cause diseases. അതുപോലെ തന്നെ DNA സീക്വൻസിങ്ങിലൂടെ സീക്വൻസിൽ വരുന്ന തകരാറുകൾ എങ്ങനെ അത് ഒരു ജീവിയിൽ ഹെറിറ്റബിളായിട്ടോ അല്ലെങ്കിൽ ഇൻഹെറിറ്റബിളായിട്ടോ ഒരു ഡിസീസ്, രോഗം ഉണ്ടാക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പോലും നമുക്ക് DNA സീക്വൻസിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് DNA സീക്വൻസിങ്ങിൻ്റെ നടത്തിയ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ലീനിയർ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് അഡിനിൻ ബേസിനെ കുറിച്ചുള്ളതാണ്, അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയും അഡിനിൻ ബേസിൻ്റെതാണ്. ദെൻ തൈമിൻ്റേത് ഇതാണ്. അപ്പം നൈട്രജൻ ബേസുകളെ പ്രധാനമായിട്ടും അത് ഏത് പൊസിഷനിലാണ് കാണുന്നതെന്ന് ഇങ്ങനെയാണ് നമുക്ക് സീക്വൻസ് കിട്ടുക. അപ്പോൾ ഈ സീക്വൻസിൻ്റെ അടിസ്ഥാനം നമുക്ക് ഇത് അഡിനിൻ, ഇത് തൈമിൻ, ഇത് സൈറ്റോസിൻ, ഇത് ഗ്വാനിൻ. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സീക്വൻസ് നമുക്കൊരു ലീനിയർ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റിൽ വളരെ ദീർഘമായിട്ടുള്ള സീക്വൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സീക്വൻസുകളെ അനാലിസ് ചെയ്യുന്നതിന് പ്രത്യേകിച്ചും ബയോ ഇൻഫർമാറ്റിക്സ് ടൂളുകൾ ഉപയോഗിച്ചിട്ടാണ് DNA സീക്വൻസിങ് സാധ്യമാക്കുന്നത്. ഡൈവർജൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ് സീക്വൻസ്. ഇനി നമുക്ക് ഇങ്ങനെ സീക്വൻസിൽ നിന്ന് ലഭിച്ച ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഡൈവേർജൻസ് സംഭവിക്കാൻ സാധ്യതയുള്ള മേഖലകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഫസ്റ്റ് വൺ, ജീൻ മ്യൂട്ടേഷൻ. ഏറ്റവും പ്രധാനമായിട്ട് സീക്വൻസിൽ അല്ലെങ്കിൽ DNA-യുടെ ന്യൂക്ലിയോടൈഡ് സീക്വൻസിൽ വ്യത്യാസം വരാനുള്ള ഏക സാഹചര്യം എന്ന് പറയുന്നത് മ്യൂട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. എ ജീൻ മ്യൂട്ടേഷൻ ക്യാൻ എഫക്റ്റ് എ സിംഗിൾ ന്യൂക്ലിയോടൈഡ് പെയർ ഓർ ലാർജ് ജീനോം സീക്വൻസ് ഓഫ് എ ക്രോമസോം. ഒരു ക്രോമസോമിൻ്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ന്യൂക്ലിയോടൈഡ് പെയറിലോ അല്ലെങ്കിൽ ഒരു എൻ്റയർ ക്രോമസോമിൽ തന്നെയോ മ്യൂട്ടേഷൻ സംഭവിക്കാം. DNA കൺസിസ്റ്റ് ഓഫ് പോളിമർ ഓർ ന്യൂക്ലിയോടൈഡ് ജോയിൻഡ് ടുഗദർ. DNA എന്ന് പറയുന്നത് ഒന്നിലധികം ന്യൂക്ലിയോടൈഡുകൾ ഒരുമിച്ച് ചേരുന്ന ഒരു ലീനിയർ അറേഞ്ച്മെൻ്റ് ആണ്. ഡ്യൂറിങ് പ്രോട്ടീൻ സിന്തസിസ് DNA is transcribed to RNA and to protein. സാധാരണഗതിയിൽ DNA എക്സ്പ്രഷനിൽ DNA-യിൽ നിന്നും RNA-കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും RNA പ്രോട്ടീനുകളായി മാറ്റപ്പെടുകയും ചെയ്യുന്നു. ആൾട്ടറിംഗ് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് മോസ്റ്റ് ഓഫൺ റിസൾട്ട് ഇൻ നോൺ ഫങ്ഷണൽ പ്രോട്ടീൻസ്. ഇങ്ങനെ ന്യൂക്ലിയോടൈഡ് സീക്വൻസിൽ ഉണ്ടാകുന്ന ഒരു ആൾട്ടറേഷൻ നോൺ ഫങ്ഷണൽ പ്രോട്ടീൻ്റെ ഉൽപ്പാദനത്തിന് ഇടയാകും. Mutations cause changes in the genetic code that lead to genetic variation and the potential to develop diseases. ഇങ്ങനെ DNA സീക്വൻസിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസുകൾ പ്രോട്ടീൻ നിർമ്മാണത്തിലെ അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലേക്ക് വ്യാപിക്കുകയും അത് പലപ്പോഴും രോഗങ്ങൾക്ക് ഇടയാവുകയും ചെയ്യും. നമുക്ക് ഇൻബോൺ എറർ മെറ്റബോളിസം പോലെയുള്ള ഡിസീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജീൻ മ്യൂട്ടേഷൻസ് ക്യാൻ ബി ജനറലി കാറ്റഗറൈസ്ഡ് ഇൻ ടു ടൈപ്സ്. പൊതുവെ ജീൻ മ്യൂട്ടേഷനെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് പോയിന്റ് മ്യൂട്ടേഷൻ, രണ്ടാമത്തത് ബേസ് പെയർ മ്യൂട്ടേഷൻസ്. ഇങ്ങനെ പോയിന്റ് മ്യൂട്ടേഷൻ എന്നും ബേസ് പെയർ മ്യൂട്ടേഷൻ എന്നും DNA-യിൽ നടക്കുന്ന മ്യൂട്ടേഷനെ കോമൺ ആയിട്ട് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു.
നമുക്ക് ഓരോന്ന് പരിശോധിക്കാം. ഫസ്റ്റ് വൺ, പോയിന്റ് മ്യൂട്ടേഷൻ. പോയിന്റ് മ്യൂട്ടേഷൻ ചേഞ്ചസ് വിത്തിൻ എ ജീൻ ഇൻ വിച്ച് വൺ ബേസ് പെയർ ഇൻ DNA സീക്വൻസ് ഈസ് ആൾട്ടേഡ്. DNA സീക്വൻസിലെ ഏതെങ്കിലും ഒരു ബേസ് പെയറിന് സംഭവിക്കുന്ന ആൾട്ടറേഷനെയാണ് പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുക. പോയിന്റ് മ്യൂട്ടേഷൻസ് ആർ ഫ്രീക്വൻറ്റ്ലി the result of mistake made during DNA replication, although modification of DNA such as through exposure to X-rays or ultraviolet radiation also can induce point mutations. DNA-യിൽ സാധാരണ DNA എക്സ്പ്രഷൻ നടക്കുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള മ്യൂട്ടേഷനാണ് പോയിന്റ് മ്യൂട്ടേഷനുകൾ. അല്ലാതെ എക്സ്റേസിലൂടെയോ അൾട്രാവയലറ്റ് റേഡിയേഷൻ്റെ ഇൻഫ്ലുവൻസിലോ പോയിന്റ് മ്യൂട്ടേഷനുകൾ സംഭവിക്കാം. ദർ ആർ 2 types ഓഫ് പോയിന്റ് മ്യൂട്ടേഷൻ. പോയിന്റ് മ്യൂട്ടേഷനെ പ്രധാനമായിട്ടും 2 തരത്തിൽ തരംതിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് വൺ, ട്രാൻസിഷൻ മ്യൂട്ടേഷൻ. ട്രാൻസിഷൻ മ്യൂട്ടേഷൻ occur when a pyrimidine base, that is thymine cytosine, they are pyrimidines, substitute for another pyrimidine base, or when a purine base, that is adenine guanine, substitute for another purine base. ഒരു പ്യൂരിൻ ബേസിന് പകരം മറ്റൊരു പ്യൂരിൻ ബേസോ ഒരു പിരമിഡിൻ ബേസിന് പകരം മറ്റൊരു പിരമിഡിൻ ബേസിനോ ഇടയിലുണ്ടാകുന്ന അല്ലെങ്കിൽ അവയിൽ മാറ്റം വരുന്നത് മൂലം ഉണ്ടാകുന്ന മ്യൂട്ടേഷനെയാണ് ട്രാൻസിഷൻ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ചിത്രത്തിൽ പ്യൂരിൻ ബേസുകൾക്കിടയിൽ ഉണ്ടാകുന്ന പിരമിഡിൻ ബേസുകൾക്കും ഇടയിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇൻ ഡബിൾ സ്റ്റാൻഡേർഡ് DNA, each of the base pairs with a specific partner on the corresponding strand, A pair with T and C pair with G. ജെനറ്റിക് കോഡിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ബേസ് പെയറിങ്ങിൻ്റെ പ്രത്യേകതയാണ് അഡിനിൻ തൈമിനുമായിട്ടും സൈറ്റോസിൻ ഗ്വാനിനുമായിട്ട് പെയർ ചെയ്യപ്പെടും. An example of transition mutation is GC base pair with that replaced with the type or naturally occurring adenine thymine base pair. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബേസ് പെയർ ആണ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA-യിൽ നടക്കുന്നത്. ഇങ്ങനെ പ്യൂരിൻ ബേസുകൾക്ക് പകരം മറ്റൊരു പ്യൂരിൻ ബേസോ പിരമിഡിൻ ബേസുകൾക്ക് പകരം മറ്റൊരു പിരമിഡിൻ ബേസോ ആഡ് ചെയ്യപ്പെടുന്ന മ്യൂട്ടേഷനുകളെയാണ് പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുക. ഇവിടെ ഗ്വാനിൻ സൈറ്റോസിൻ കറസ്പോണ്ടിങ് ബേസിന് പകരം അഡിനിൻ തൈമിൻ കറസ്പോണ്ടിങ് ബേസാണ് ഉണ്ടാകേണ്ടത്. ഇങ്ങനെ ഈ ബേസുകൾക്കിടയിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് അത്തരത്തിലുള്ള ചേഞ്ചുകളെയാണ് ട്രാൻസിഷൻ മ്യൂട്ടേഷൻ എന്ന് പറയുക. രണ്ടാമത്തത് ട്രാൻസ്വേർഷൻ മ്യൂട്ടേഷൻ. ട്രാൻസ്വേർഷൻ മ്യൂട്ടേഷൻസ് occur when a purine base substitute for pyrimidine base or vice versa. ആദ്യത്തെ കേസിൽ പ്യൂരിൻ ബേസിലെ ഏതെങ്കിലും ഒന്നിന് പകരം മറ്റൊരു പ്യൂരിൻ ബേസോ പിരമിഡിൻ ബേസിലെ ഒന്നിന് പകരം മറ്റൊരു പിരമിഡിൻ ബേസോ ആണ് മ്യൂട്ടേറ്റഡ് ആകുന്നതെങ്കിൽ ട്രാൻസ്വേർഷൻ മ്യൂട്ടേഷനിൽ പ്യൂരിൻ ബേസിന് പകരം പിരമിഡിൻ ബേസുകൾ മ്യൂട്ടേറ്റഡ് ആകുക അല്ലെങ്കിൽ പിരമിഡിൻ ബേസുകൾ വന്നു ചേരുകയും അങ്ങനെ DNA-യിൽ ഉണ്ടാകുന്ന ആൾട്ടറേഷനെയാണ് ട്രാൻസ്വേർഷൻ മ്യൂട്ടേഷൻ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, when a TA or CG pair replaced with wild type AT pair, അതായത് ഇവിടെ നോക്കാം, തൈമിനും അഡിനും തമ്മിലുള്ള ബേസ് പെയറിന് പകരം അല്ലെങ്കിൽ CG ബേസ് പെയറിന് പകരം ഇത് പരസ്പരം എന്ത് ചെയ്യപ്പെടുക, ഇങ്ങോട്ട് മാറ്റപ്പെടുക. സാധാരണഗതിയിൽ ട്രാൻസിഷൻ മ്യൂട്ടേഷനിൽ പ്യൂരിനാണെന്നുണ്ടെങ്കിലോ പിരമിഡിനാണെന്നുണ്ടെങ്കിലോ ഈ പ്യൂരിനോ പിരമിഡിനോ പകരമായിട്ട് മറ്റൊരു പ്യൂരിനോ പിരമിഡിനോ മാത്രമാണ് ചേഞ്ച് ചെയ്യപ്പെടുന്നത്. ഇവിടെ പ്യൂരിൻ ബേസുകൾ ഇരിക്കേണ്ട സ്ഥലത്ത് നിന്നും അത് പിരമിഡിൻ ബേസിലേക്ക് അല്ലെങ്കിൽ പിരമിഡിൻ റീജിയനിലേക്ക് പോവുകയും പിരമിഡിൻ കാണപ്പെടേണ്ട റീജിയനിൽ നിന്നും അത് റീപ്ലേസ് ചെയ്തതിന് ശേഷം പ്യൂരിൻ കാണപ്പെടുന്ന അല്ലെങ്കിൽ പ്യൂരിൻ നൈട്രജൻ ബേസ് കാണപ്പെടേണ്ടുന്ന സ്ഥലത്തേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്ന പ്രക്രിയയാണ്. At the level of translation, when RNA copied from DNA is converted into string of amino acid during protein synthesis, point mutation often manifest as functional changes
in the final protein product. ഇങ്ങനെ പോയിന്റ് മ്യൂട്ടേഷനിൽ ട്രാൻസ്ലേഷൻ മ്യൂട്ടേഷനിലും നൈട്രജൻ ബേസുകൾ ആൾട്ടർ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ പ്യൂരിൻ പിരമിഡിൻ ബേസുകൾക്കുണ്ടാകുന്ന ഏതെങ്കിലും ഒന്നിനുണ്ടാകുന്ന ചേഞ്ചസ് അതിൽ നിന്നും കോപ്പി എടുത്തപ്പെട്ട് ഉണ്ടാകുന്ന RNAയിലും അതേ ചേഞ്ചുകൾ കാണപ്പെടുകയും അത് പിന്നീട് പ്രോട്ടീൻ സിന്തസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യുന്നു. Thus, there exists functional grouping for point mutations. ഇങ്ങനെ ഫങ്ഷണൽ ഗ്രൂപ്പിംഗ്, അതായത് ഒരു പ്രത്യേക ജീനിനിടയിൽ ആണ് ഇങ്ങനെ പോയിന്റ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നെങ്കിൽ അതൊരു ഫങ്ഷണൽ ഗ്രൂപ്പിങ്ങിനെ, അതായത് അതിൽ നിന്നും ഉണ്ടാകുന്ന RNAയും അതിൽ നിന്നുണ്ടാകുന്ന പ്രോട്ടീൻ്റെ സ്ട്രക്ചറിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ദീസ് ഗ്രൂപ്പ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ടൈപ്സ്. ഇങ്ങനെ പോയിന്റ് മ്യൂട്ടേഷൻ വീണ്ടും 4 തരത്തിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ സൈലന്റ് മ്യൂട്ടേഷൻ, സെക്കൻഡ് വൺ മിസ്സെൻസ് മ്യൂട്ടേഷൻ, മൂന്നാമത്തത് നോൺസെൻസ്, തേർഡ് വൺ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ഇങ്ങനെ സൈലന്റ്, നോൺസെൻസ്, മിസ്സെൻസ്, ഫോർത്ത് വൺ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ, ഇങ്ങനെ 4 തരത്തിൽ പോയിന്റ് മ്യൂട്ടേഷനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ പോയിന്റ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നു. ഫസ്റ്റ് വൺ സൈലന്റ് മ്യൂട്ടേഷൻസ് occur in a new codon, a triplet nucleotide sequence in RNA that codes for the same amino acid as the wild type of codon in that position. ഇവിടെ DNA നിന്നും RNA ഉണ്ടാക്കപ്പെടുന്ന പ്രോസസ്സിൽ DNAയിൽ ജനറ്റിക് കോഡുകൾ ട്രിപ്ലറ്റ് ആയിട്ടാണ് കാണപ്പെടുക. ഇങ്ങനെ ട്രിപ്ലറ്റ് ആയിട്ട് കാണപ്പെടുന്ന കോഡുകളിൽ മൂന്നാമത്തെ കോഡിന് നമ്മൾ ഇതിനെ വേർബൽ ബേസ് എന്നാണ് പറയുക. പ്രത്യേകിച്ച് ഒരു അമിനോ ആസിഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഫംഗ്ഷൻ ഒന്നും ഇല്ലാത്ത ബേസാണ് മൂന്നാമത്തെ ബേസ്. ഇങ്ങനെ ഈ മൂന്നാമത്തെ ബേസിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷനുകളെയാണ് സൈലന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുക. ഇൻ സം സൈലന്റ് മ്യൂട്ടേഷൻ the codon codes for a different amino acid that happens to have the same properties as the amino acid produced by the wild type of codon. Wild type of codon എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക ജന്മന ഉള്ളത് അല്ലെങ്കിൽ ഒരു DNA-യിൽ കാലാകാലങ്ങളായി കാണപ്പെടുന്നത് അല്ലെങ്കിൽ ചേഞ്ച് സംഭവിക്കാത്തത് എന്നതാണ് വൈൽഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചേഞ്ച് സംഭവിക്കുമ്പോഴാണ് അത് മ്യൂട്ടേഷനായിട്ട് മാറുക. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ കോഡിന് സംഭവിക്കുന്ന അല്ലെങ്കിൽ ട്രിപ്ലറ്റ് ഒരു ജനറ്റിക് കോഡിൻ്റെ മൂന്നാമത്തെ കോഡിൽ സംഭവിക്കുന്ന ചേഞ്ച് പലപ്പോഴും ആ ട്രിപ്ലറ്റ് കോഡ്, മൂന്നാമത്തെ കോഡ് ഒരു അമിനോ ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിൽ പങ്കെടുക്കുന്നില്ല എന്നതുകൊണ്ട് അമിനോ ആസിഡിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ RNAയിൽ നിന്നും അമിനോ ആസിഡ് ഉണ്ടാകുന്ന നിർമ്മാണ പ്രക്രിയ സ്വാഭാവികമായിട്ട് നടക്കുകയും ചിലപ്പോൾ അത് ആൾട്ടർ ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യും. Second one, missense mutation. It involves substitution that result in functionally different amino acid. This can lead to alteration or loss of protein function. ഇവിടെ നോക്കാം, ട്രിപ്ലറ്റ് കോഡോണിൻ്റെ സെക്കൻഡ് കോഡിനാണ്, മധ്യഭാഗത്തുള്ള കോഡുകൾക്കാണ് പോയിന്റ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നതെങ്കിൽ അത് ഒരു അമിനോ ആസിഡിന്, ആർജിനിൻ എന്ന അമിനോ ആസിഡിനെയാണ് TCG എന്ന ട്രിപ്ലറ്റ് കോഡോൺ DNA-യിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ നോർമലായിട്ട് TTC ലൈസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കോഡോൺ ലൈസിൻ എന്ന RNA-യിൽ രൂപപ്പെടുകയും ആൻറ്റി കോഡോൺ രൂപപ്പെടുകയും ലൈസിൻ എന്ന അമിനോ ആസിഡിൻ്റെ സെലക്ഷനോട് കൂടി പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ മിസെൻസ് മ്യൂട്ടേഷനിൽ ഇവിടെ തൈമിന് പകരം സൈറ്റോസിൻ കടന്നു വരികയും ആ സൈറ്റോസിൻ കടന്നു വരുമ്പോൾ സൈറ്റോസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്വാനിനാണ് RNA രൂപപ്പെടുന്നത്. അത് ആർജിനിൻ എന്ന അമിനോ ആസിഡിൻ്റെ സെലക്ഷനെയാണ് അല്ലെങ്കിൽ സെലക്ഷനാണ് നടത്തുന്നത്. അപ്പോൾ ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് വരേണ്ടുന്ന സ്ഥലത്തേക്ക് ആർജിനിൻ വരികയും അല്ലെങ്കിൽ അത് മറ്റൊരു തരത്തിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ TGC ആണെന്നുണ്ടെങ്കിൽ പോയിന്റ് മ്യൂട്ടേഷൻ സൈറ്റോസിൻ്റെ കേസിലും ഗ്വാനിൻ്റെ കേസിലും സംഭവിക്കാം. അത് ഗ്വാനിൻ്റെ കേസിലാണ് സംഭവിക്കുന്നതെങ്കിൽ മറ്റൊരു അമിനോ ആസിഡ് കോഡ് ചെയ്യപ്പെടുകയും അങ്ങനെ അമിനോ ആസിഡിൻ്റെ സീക്വൻസിൽ
തകരാറുണ്ടെങ്കിൽ അല്ലെങ്കിൽ സീക്വൻസ് ചേഞ്ച് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ രണ്ടാമത്തെ ജനറ്റിക് കോഡിൽ വരാൻ സാധ്യതയുള്ള മ്യൂട്ടേഷൻസുകളെയാണ് മിസെൻസ് മ്യൂട്ടേഷൻ എന്ന് പറയുക. അത് അമിനോ ആസിഡിൻ്റെ സീക്വൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള അമിനോ ആസിഡ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നതിന് ഇടയാക്കും. തേർഡ് വൺ, നോൺസെൻസ് മ്യൂട്ടേഷൻസ് which are serves severe type of basic substitution result in a stop codon in a position where there was not one before, which causes premature termination of protein synthesis and more than likely a complete loss of function in the finished protein. സാധാരണയായിട്ട് സ്റ്റോപ്പ് കോഡോൺ എന്ന് പറഞ്ഞാൽ ഒരു DNA സീക്വൻസിൽ ഒരു പർട്ടിക്കുലർ പ്രോട്ടീൻ സിന്തസിന് ആവശ്യമായിട്ടുള്ള കോഡുകൾ കാണപ്പെടുന്ന റീജിയൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ ജീനുകളുണ്ടാകും. ഈ ജീനുകൾക്ക് സ്റ്റാർട്ട് കോഡോൺ എന്ന് പറയുന്ന കോഡുകളും ഉണ്ടാകും, സ്റ്റോപ്പ് കോഡോൺ എന്ന് പറയുന്ന കോഡുകളും ഉണ്ടാകും. അപ്പോൾ സ്റ്റാർട്ട് കോഡോൺ എപ്പോഴും AUG എന്ന് പറയുന്ന കോഡോൺ ആയിരിക്കും. സ്റ്റോപ്പ് കോഡോൺ പോളി അഡിനിലേറ്റഡോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കോഡുകൾ കൊണ്ട് രൂപപ്പെട്ടതായിരിക്കും. അപ്പോൾ സ്റ്റോപ്പ് കോഡോണുകളിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ, പോയിന്റ് മ്യൂട്ടേഷൻ, അങ്ങനെ സ്റ്റോപ്പ് കോഡോണിൽ ഉണ്ടാകുന്ന പോയിന്റ് മ്യൂട്ടേഷൻ ഒരു പർട്ടിക്കുലർ പ്രോട്ടീൻ്റെ ലോസിനോ അഡിഷനോ ഇടയാക്കുകയും അതുമൂലം പ്രോട്ടീൻ സിന്തസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ഇവിടെ നോക്കാം, നോൺസെൻസ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് ജനറ്റിക് കോഡിൻ്റെ ഫസ്റ്റ് ബേസിലാണ്. അപ്പോൾ ഫസ്റ്റ് ബേസിൽ തന്നെ സംഭവിക്കുന്ന മ്യൂട്ടേഷൻ ഒരു പ്രോട്ടീനെയും റെപ്രസെൻ്റ് ചെയ്യാതെ വരികയും ആ പ്രോട്ടീനെ റെപ്രസെൻ്റ് ചെയ്യുക അല്ലെങ്കിൽ അമിനോ ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്ത് അല്ലാതെ വരികയും അമിനോ ആസിഡിൻ്റെ ഡെലീഷൻ അല്ലെങ്കിൽ അഡീഷൻ അവിടെ നടക്കാതെ വരികയും അമിനോ ആസിഡ് സിന്തസിസ് അവിടെ ഡിസ്ട്രക്റ്റഡ് ആവുകയും ചെയ്യും. ഇങ്ങനെ ന്യൂക്ലിയോടൈഡിൻ്റെ സീക്വൻസിൽ പ്രധാനമായിട്ട് ജനറ്റിക് കോഡിൽ ഫസ്റ്റ് സീക്വൻസിൽ ജനറ്റിക് കോഡിൻ്റെ ആദ്യത്തെ സീക്വൻസിൽ നടക്കുന്ന പോയിന്റ് മ്യൂട്ടേഷനെയാണ് നോൺസെൻസ് മ്യൂട്ടേഷൻസ് എന്ന് പറയുക. നാലാമത്തത് ഫ്രാഗ്മെന്റ് മ്യൂട്ടേഷൻ, ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പോയിന്റ് മ്യൂട്ടേഷൻ. ഒരു പോയിന്റ് മ്യൂട്ടേഷൻ തന്നെയാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ക്യാൻ ലീഡ് ടു ഡ്രാസ്റ്റിക് ലോസ് ഓഫ് ഫങ്ഷൻ ആൻഡ് occur through the addition or deletion of one or more DNA bases. ഒരു ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ റീജിയൻ ഇടയ്ക്ക് സംഭവിക്കുന്ന അല്ലെങ്കിൽ ആ റീജിയന് ഭാഗത്ത് അല്ലെങ്കിൽ റീജിയന് മാത്രമായിട്ട് സംഭവിക്കുന്ന മ്യൂട്ടേഷനെയാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുക. അതൊരു DNA-യുടെ ജനറ്റിക് കോഡിൻ്റെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ലോസിന്, ഇങ്ങനെയൊക്കെ മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോൾ, സീക്വൻസിൽ മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ജീനിൻ്റെ സ്വഭാവം നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ഒരു പുതിയ ജീനുകൾ അല്ലെങ്കിൽ പുതിയൊരു പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് സംഭവിക്കുക. ഇവിടെ ഇൻ എ പ്രോട്ടീൻ കോഡിംഗ് ജീൻ ദ സീക്വൻസ് ഓഫ് കോഡോൺ സ്റ്റാർട്ടിംഗ് വിത്ത് AUG where U is the RNA base uracil which replaces thymine during transcription and ending with the termination codon is called a reading frame. സാധാരണഗതിയിൽ പ്രോട്ടീൻ കോഡിംഗ് സീക്വൻസുകൾ എന്ന് പറയുന്നത് അത് AUG എന്നുള്ള ഒരു കോഡിലായിരിക്കും ആരംഭിക്കുക. അത് RNA-യിലാണെങ്കിൽ യുറാസിലും, DNA റെപ്ലിക്കേഷൻ നടക്കുമ്പോൾ യുറാസിൽ എന്ന് പറയുന്ന ഈ AUG എന്ന് പറയുന്ന കോഡിന് പകരം തൈമിനായിരിക്കും DNA റെപ്ലിക്കേഷൻ രൂപപ്പെടുക. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഫ്രെയിമിൽ നടക്കുന്ന മ്യൂട്ടേഷൻ അതൊരു സ്റ്റോപ്പ് കോഡോണിലോ എൻ കോഡോണിലോ അല്ലെങ്കിൽ സ്റ്റാർട്ട് കോഡോണിലോ ഒക്കെ സംഭവിക്കാം. ഇങ്ങനെ സംഭവിക്കുന്ന മ്യൂട്ടേഷൻ പിന്നീട് അതിൽ നിന്നും RNA രൂപപ്പെടുമ്പോൾ നോർമലായിട്ട് രൂപപ്പെടേണ്ട അല്ലെങ്കിൽ കോഡ് ചെയ്യപ്പെടേണ്ട അമിനോ ആസിഡുകൾക്ക് പകരം അവിടെ നിന്നും അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റീജിയനിൽ സംഭവിക്കുന്ന ഈ ഷിഫ്റ്റ് അല്ലെങ്കിൽ കോഡോണുകൾക്ക് സംഭവിക്കുന്ന ചേഞ്ച് തുടർന്ന് വരുന്ന അമിനോ ആസിഡുകളുടെ കോഡോണിൻ്റെ അല്ലെങ്കിൽ കോഡോണിന് ഇൻഫ്ലുവൻസ് ചെയ്യുകയും അങ്ങനെ നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള പ്രോട്ടീൻ നിർമ്മാണത്തിന് ഇടയാക്കുകയും ചെയ്യും. ഇങ്ങനെ 4 തരത്തിലാണ് പോയിന്റ് മ്യൂട്ടേഷനുകൾ സംഭവിക്കുക. In nucleotide pair is if a nucleotide pair is added to or
subtracted from this sequence, the reading frame from that point will be shifted by one nucleotide pair and all the codons downstream will be altered. ഇങ്ങനെ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷനിൽ ഒരു ന്യൂക്ലിയോടൈഡ് പെയർ, അതായത് ഒരു ജനറ്റിക് കോഡ് ആഡ് ചെയ്യപ്പെടുകയോ സബ്സ്ട്രാക്ട് ചെയ്യപ്പെടുകയോ ചെയ്യുന്നത് വഴി റീഡിംഗ് ഫ്രെയിമിന്, അതായത് DNA നിന്നും RNA ഉണ്ടാക്കപ്പെടുന്ന സ്ഥലത്തെയാണ് റീഡിംഗ് ഫ്രെയിം എന്ന് പറയുക. അപ്പോൾ RNA ഉണ്ടാക്കപ്പെടുന്ന അല്ലെങ്കിൽ RNA ആയിട്ട് റീഡ് ചെയ്യപ്പെടുന്ന ഫ്രെയിമിൽ ഒരു പർട്ടിക്കുലർ റീജിയനിൻ്റെ ഷിഫ്റ്റ് അല്ലെങ്കിൽ അവിടെ നിന്നും ന്യൂക്ലിയോടൈഡ് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ആഡ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നത് വഴി തുടർന്ന് വരുന്ന എൻറ്റയർ സീക്വൻസിങ്ങിനെ അല്ലെങ്കിൽ എൻറ്റയർ റീഡിംഗ് പ്രോസസ്സിനെ അല്ലെങ്കിൽ RNA നിർമ്മാണത്തെ അത് ബാധിക്കുകയും അത് ആൾട്ടർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. The result will be protein whose first section before the mutation site is that of wild type amino acid sequence followed by tail of functionally meaningless amino acids. ഇങ്ങനെ ആദ്യ അമിനോ ആസിഡുകൾ ഫങ്ഷണൽ ആയിട്ടുള്ള അമിനോ ആസിഡുകൾ കൂട്ടിച്ചേർത്തപ്പെട്ടതിന് ശേഷം ഫ്രാഗ്മെന്റ് ഷിഫ്റ്റ് വഴി ഉണ്ടാക്കപ്പെടുന്ന മ്യൂട്ടേഷനിൽ നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള അമിനോ ആസിഡുകൾ സെലക്ട് ചെയ്യപ്പെടുന്നതിനും അങ്ങനെ പൂർണ്ണമായിട്ടും അമിനോ ആസിഡുകൾ നോൺ ഫങ്ഷണൽ ആയിട്ട് മാറുന്നതിനും ഇടയാക്കും. ഇങ്ങനെ ന്യൂക്ലിയോടൈഡ് സീക്വൻസിൽ സംഭവിക്കുന്ന ഇത്തരം മ്യൂട്ടേഷനുകളാണ് ജീവജാലങ്ങൾ ഡൈവേർജ് ചെയ്ത് പോകാൻ ഇടയാക്കിയിട്ടുള്ളത്. ഇതാണ് പിന്നീട് ന്യൂക്ലിയോടൈഡ് സീക്വൻസിൻ്റെ അല്ലെങ്കിൽ DNA-യിലുള്ള സീക്വൻസ് വ്യത്യാസം വരാനുള്ള സാധ്യതകൾ ജീവജാലങ്ങളിൽ ഇങ്ങനെയാണ് കാണപ്പെടുക. നോക്കാം, ദ ഫേറ്റ് ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ജീൻസ്. ഇനി അതുപോലെ ന്യൂക്ലിയോടൈഡ് സീക്വൻസിൽ വ്യത്യാസം വരുന്നത് പോലെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഡ്യൂപ്ലിക്കേറ്റ് ജീനുകളുടെ ഉത്ഭവം എന്ന് പറയാം. ജീൻ ഡ്യൂപ്ലിക്കേഷൻ ഈസ് എ മേജർ ഫോഴ്സ് ഇൻ ജീനോം എവല്യൂഷൻ. It may be the predominant mechanism for the evolution of new gene functions. ന്യൂക്ലിയോടൈഡ് സീക്വൻസിൻ്റെ റെപ്ലിക്കേഷൻ വഴി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ജീനിൻ്റെ ഇരട്ടിക്കൽ വഴി പുതിയ ജീനുകൾ രൂപപ്പെടുകയും അങ്ങനെ ജീനോം എവല്യൂഷൻ സംഭവിക്കുകയും ചെയ്യുന്നു. However, the vast majority of duplicate genes may become pseudogenes through loss of function mutations. പലപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ് ജീനുകൾ ഉണ്ടാക്കപ്പെടുന്നത് മൂലം അത് ഒന്നുകിൽ സ്യൂഡോ ജീനുകളായിട്ട്, പ്രത്യേകിച്ച് ഫങ്ഷൻസ് ഒന്നുമില്ലാത്ത ജീനുകളായിട്ട് രൂപപ്പെടുകയോ അല്ലെങ്കിൽ അവയ്ക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചതിന് ശേഷം വ്യത്യസ്ത സ്വഭാവമുള്ള അല്ലെങ്കിൽ DNA സീക്വൻസിലുള്ള ചേഞ്ച് സംഭവിക്കുന്നത് മൂലം വ്യത്യസ്ത ജീനുകളായിട്ട് രൂപപ്പെടുകയോ ചെയ്യുന്നുണ്ട്. ഡെലിറ്റീരിയസ് മ്യൂട്ടേഷൻസ് ആർ മച്ച് മോർ ഫ്രീക്വന്റ് ദാൻ അഡ്വാൻറ്റേജസ് മ്യൂട്ടേഷൻസ്. സാധാരണഗതിയിൽ ഒരു ജീവിക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു മ്യൂട്ടേഷനേക്കാൾ കൂടുതൽ സംഭവിക്കുക ഡെലിറ്റീരിയസ് ആയിട്ടുള്ള മ്യൂട്ടേഷനുകളായിരിക്കും. Thus, as long as one duplicate gene functions normally, the other may go more likely a route of accumulating deleterious mutations. ഇങ്ങനെ ജീൻ ഡ്യൂപ്ലിക്കേഷൻ എന്ന പ്രോസസ്സ് വഴി ഒന്നിൽ നിന്നും ഒരേപോലെയുള്ള രണ്ട് ജീനുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ഒന്ന് പലപ്പോഴും നോൺ ഫങ്ഷണലായിട്ട് മാറുകയോ സ്യൂഡോ ജീനുകൾ അല്ലെങ്കിൽ അഥവാ സ്യൂഡോ ജീനുകളായിട്ട് മാറ്റപ്പെടുകയോ ചെയ്യാം. ഇങ്ങനെ സ്യൂഡോ ജീനുകളായി മാറ്റപ്പെടുന്ന ജീനുകൾക്ക് മ്യൂട്ടേഷൻ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെ ഡെലിറ്റീരിയസ് ആയിട്ടുള്ള മ്യൂട്ടേഷനുകളായിരിക്കും പലപ്പോഴും അഡ്വാൻറ്റേജസ് മ്യൂട്ടേഷനുകളേക്കാൾ കൂടുതൽ സംഭവിക്കുക. അപ്പോൾ ഡെലിറ്റീരിയസ് ആയിട്ടുള്ള മ്യൂട്ടേഷൻസ് ഇത്തരം ഡ്യൂപ്ലിക്കേറ്റ് ജീനുകളിൽ അക്യുമുലേറ്റ് ചെയ്യപ്പെടുകയും ആ ഡ്യൂപ്ലിക്കേറ്റ് ജീനുകൾ പിന്നീട് ഫങ്ഷണൽ ജീനുകളായിട്ട് മാറ്റപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ജീനുകൾ ഫങ്ഷണൽ ജീനുകളായിട്ട് മാറ്റപ്പെടുമ്പോൾ അതിൻ്റെ സീക്വൻസിൽ ആൾട്ടറേഷൻ സംഭവിക്കുന്നുണ്ട്. ഇതും DNA സീക്വൻസിൻ്റെ ഡൈവേർജൻസിന് ഇടയാക്കും. സീക്വൻസ് ഡൈവേർജൻസ് ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് ഏപ്സ്. നമുക്കിനി ഇത്തരത്തിൽ പലതരത്തിലുള്ള പോയിന്റ് മ്യൂട്ടേഷൻസ്, ജീൻ ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾ വഴി ജീവജാലങ്ങളിൽ സീക്വൻസിൻ്റെ ഡൈവേർജൻസ് സംഭവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഹ്യൂമൻ ബീയിങ്സും ഏപ്സും തമ്മിലുള്ള സീക്വൻസ് ഡൈവേർജൻസ് എത്രയാണെന്ന് പരിശോധിക്കാം. ദ ഡൈവേർജൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് ചിമ്പൻസി ancestors dates to approximately 6.5 to 7.5 million years ago. ഹ്യൂമൻ ബീയിങ്സും ഏപ്സും തമ്മിലുള്ള ജനറ്റിക് വേരിയേഷൻ സംഭവിച്ചിട്ടുള്ളത്
6.5 മുതൽ 7.5 മില്യൺ വർഷങ്ങൾക്ക് മുൻപാണ്. ആഫ്റ്റർ ദ ഡൈവേർജൻസ് ഓഫ് ദെയർ ആൻസിസ്റ്റർ ലീനിയേജ്, ഹ്യൂമൻ ആൻഡ് ചിമ്പൻസീസ് ജീനോം underwent multiple change, including single nucleotide substitutions, deletions, and duplications of DNA fragments of different size, insertion of transposable elements, and chromosomal rearrangements. ഇങ്ങനെ 6.5 മുതൽ 7.5 വർഷം മുമ്പ് വേർതിരിഞ്ഞു പോയ മനുഷ്യനും എയ്പ്സിനും ഇടയിൽ ധാരാളം ജീനുകൾക്കിടയിൽ അതിൻ്റെ സീക്വൻസുകൾക്കിടയിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ന്യൂക്ലിയോടൈഡ് സബ്സ്റ്റിറ്റ്യൂഷനുകൾ വഴി, അല്ലെങ്കിൽ ഡിലീഷൻ പ്രോസസ്സ് വഴി, ഡ്യൂപ്ലിക്കേഷൻ പ്രോസസ്സ് വഴി, DNA ഫ്രാഗ്മെൻസുകൾ നഷ്ടപ്പെടുന്നത് വഴി, അല്ലെങ്കിൽ അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യപ്പെടുന്നത് വഴി, ഇൻസേർഷൻ പ്രോസസ്സ് വഴി, ട്രാൻസ്പോസിബിൾ എലമെൻറ്റ്, ക്രോമസോമൽ റീഅറേഞ്ച്മെൻറ്റ്, ഇങ്ങനെ ധാരാളം സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ചിമ്പൻസിക്കും ഏപ്സിനും അല്ലെങ്കിൽ ചിമ്പൻസിക്കും ഹ്യൂമൻ ബീയിങ്സിനും ഇടയിൽ DNA ചേഞ്ചസിൽ അല്ലെങ്കിൽ DNA എവല്യൂഷനിൽ സംഭവിച്ചിട്ടുണ്ട്. When the draft sequence of the common chimpanzee genome was published in 2005, 2,400 million base were sequenced and assembled well enough to compare to the human genome. ഹ്യൂമൻ ജീനോവുമായിട്ട് നമുക്ക് പഠിക്കാൻ തക്ക വിധത്തിൽ 2005 ചിമ്പൻസിയുടെ 2400 മില്യൺ സീക്വൻസുകൾ DNA സീക്വൻസ് വഴി വേർതിരിച്ചെടുത്തു. 1.2% ഓഫ് ദിസ് സീക്വൻസ്ഡ് ഡിഫേർഡ് ബൈ സിംഗിൾ ബേസ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇനി നമുക്ക് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ജീനോം ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് വഴി വേർതിരിക്കപ്പെടുകയുണ്ടായി 2001 ശേഷം. അതിനുശേഷം ചിമ്പൻസിയുടെ DNA സീക്വൻസിങ് വന്നപ്പോൾ നമ്മളിവ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ബയോ ഇൻഫർമാറ്റിക്സ് ടൂളുകൾ ഇപ്പോൾ ഓൺലൈനിൽ പോലും നമുക്ക് അവൈലബിൾ ആണ്. ഇത് പരിശോധിച്ചപ്പോൾ മനസ്സിലായത് 1.2% ഓഫ് ദിസ് സീക്വൻസ് ഡിഫേർഡ് ബൈ സിംഗിൾ ബേസ് സബ്സ്റ്റിറ്റ്യൂഷൻസ്. ചിമ്പൻസിയുടെയും ഹ്യൂമൻ ബീയിങ്സിൻ്റെയും ജീനുകൾ തമ്മിൽ 1.2% ജീനുകൾ ഒറ്റ ബേസിൻ്റെ വ്യത്യാസത്തിൽ സീക്വൻസുകൾ വ്യത്യാസം, ഒറ്റ ബേസിൻ്റെ വ്യത്യാസത്തിൽ മാത്രം വ്യത്യാസം കാണുന്നതായിട്ട് കണ്ടെടുത്തിട്ടുണ്ട്. ഓഫ് ദീസ് 1.06% ലെസ് വാസ് തോട്ട് ടു പെർസെൻറ്റ് ഫിക്സഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്പീഷീസ്. അതുപോലെ തന്നെ 1.06% ലെസ് വാസ് തോട്ട് ടു പ്രസൻറ്റ് ഫിക്സഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്പീഷീസ്. രണ്ട് സ്പീഷീസുകൾക്കിടയിൽ 1.06% വ്യത്യാസം മാത്രമേ പല സീക്വൻസുകളിലും കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടെ ആദ്യത്തെ കേസിൽ സിംഗിൾ ബേസ്, ഒറ്റ ബേസ് വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1.2% ജീനുകൾ മാത്രമേ ഒറ്റ ബേസ് വ്യത്യാസത്തിൽ നമ്മൾ ചിമ്പാൻസിയുമായിട്ട് ഉള്ളൂ. അതുപോലെ തന്നെ രണ്ടാമത്തെ കേസിൽ 1.06% ആണ് വ്യത്യാസം. പല ജീനുകൾ അല്ലെങ്കിൽ ജീനുകൾ മൊത്തത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഫിക്സഡ് ഡിഫറൻസ് കാണാൻ കഴിയുന്നത് 1.06% ആണ്. Another type of difference called indels, insertion deletion, accounted for many fewer difference, that is 15 as many, but contributed 1.5% of unique sequence to each genome, since each insertion or deletion can involve anywhere from one base to millions of base. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇൻസേർഷൻ ഡെലീഷൻ, അല്ലെങ്കിൽ നമ്മൾ ഇൻഡൽസ് എന്നാണ് പറയുക. ഇൻസേർഷൻ ഡെലീഷൻ വഴി ഉണ്ടായ ചേഞ്ചസ് എന്ന് പറയുന്നത് 15%, അതായത് 2400 മില്യൺ ജീനുകൾ അല്ലെങ്കിൽ ബേസുകൾ പരിശോധിച്ചപ്പോൾ, ഹ്യൂമൻ ബീയിങ്സുമായിട്ട് കമ്പയർ ചെയ്ത് പരിശോധിച്ചപ്പോൾ ഇൻസേർഷൻ ഡെലീഷൻ വഴി ഉണ്ടായ ചേഞ്ച് ഹ്യൂമൻ ബീയിങ്സും ചിമ്പൻസിയുമായിട്ട് 15% മാത്രമേ ഉള്ളൂ. ബാക്കി 85% സിമിലാരിറ്റിയാണ് ഉള്ളത്. അതുപോലെ തന്നെ 1.5% ഓഫ് യുണീക്ക് സീക്വൻസ് ടു ഈച്ച് ജീനോം. ഹ്യൂമൻ ബീയിങ്സും ചിമ്പൻസിയും എടുത്ത് നോക്കുമ്പോൾ 1.5% യുണീക്കായിട്ടുള്ള ഒരുപോലുള്ള സീക്വൻസുകൾ നമുക്ക് കാണാൻ കഴിയും.
A companion paper examined segmental duplication in the two genomes whose insertion and deletion into genome occur for much of the indel sequence. ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കമ്പാനിയൻ റിസർച്ച് ഉണ്ട്. അവർ അതിനകത്ത് ഒബ്സർവ് ചെയ്തത് whose insertion and deletion into genome account for much of the indel sequence. പ്രധാനമായിട്ടും ഇൻസേർഷൻ ഡെലീഷൻ വളരെ കുറച്ച് മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രമേ നടന്നിട്ടുള്ളൂ എന്ന് പൂർണ്ണമായിട്ടും ഈ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഈ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റഡിയിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. They found that a total of 2.7 of euchromatic sequence had been differently duplicated in one or other lineage. അവരുടെ കണ്ടെത്തലുകളിൽ പ്രധാനമായിട്ടും they found that a total of 2.7% of euchromatic sequence had been differently duplicated. 2.7% യൂക്രോമാറ്റിക് സീക്വൻസുകൾ ഡിഫറൻ്റ് ആയിട്ട് വ്യത്യസ്തമായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് രണ്ട് ജീവജാലങ്ങളിലും കാണപ്പെടുന്നു എന്നുള്ളതായിരുന്നു അവരുടെ ഒബ്സർവേഷൻ. ചിത്രത്തിൽ ഹ്യൂമൻ ജീനോമിൻ്റെ ഒരു സീക്വൻസിൻ്റെ വ്യത്യാസം കാണിച്ചിട്ടുണ്ട്. ചിമ്പൻസിയിലും ബൊനോ മൗസ് തുടങ്ങിയവയിലുള്ള സീക്വൻസിൻ്റെ സിംഗിൾ സീക്വൻസിൻ്റെ വ്യത്യാസം നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. ഇങ്ങനെ സീക്വൻസിങ് എന്ന പ്രോപ്പർട്ടിയാണ് ശരിക്കും നമുക്ക്, അതായത് DNA സീക്വൻസിങ്ങിലൂടെയാണ് എത്രത്തോളം സീക്വൻസുകൾ ഹ്യൂമൻ ബീയിങ്സും മറ്റു ജീവജാലങ്ങൾ തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ സീക്വൻസിങ്ങിലൂടെ മാത്രമേ ഡൈവേർജൻസ് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പം ഏപ്സിൻ്റെ അല്ലെങ്കിൽ ചിമ്പൻസിയുടെ ജീനോം നമ്മൾ സീക്വൻസ് ചെയ്യുമ്പോൾ ഹ്യൂമൻ ജീനോം ഓൾറെഡി സീക്വൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഇനി മറ്റു ഓരോ ജീവജാലങ്ങളുടെയും സീക്വൻസുകൾ അവൈലബിൾ ആവുന്നതിനനുസരിച്ച് നമുക്ക് DNA സീക്വൻസിങ് പ്രായോഗികമായിട്ട് നടത്താൻ കഴിയും. ഇവിടെ പ്രായോഗികമായിട്ടുള്ള പ്രധാനപ്പെട്ട സീക്വൻസ് ഡൈവേർജൻസ് കണ്ടുപിടിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, ഒന്ന് വില കൂടിയ സോഫ്റ്റ്വെയറുകൾ ആവശ്യമാണ്. പിന്നീട് സീക്വൻസിങ് നടത്തി സീക്വൻസ് അപ്ലോഡ് ചെയ്തെങ്കിൽ അല്ലെങ്കിൽ വെബ്സൈറ്റുകളിൽ അല്ലെങ്കിൽ ലഭ്യമായെങ്കിൽ മാത്രമേ നമുക്ക് സീക്വൻസ് അനാലിസിസ് നടത്താൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ സീക്വൻസിൻ്റെ എത്രത്തോളം ഡൈവേർജൻസ് അല്ലെങ്കിൽ സിമിലാരിറ്റീസ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഭൂമിയിൽ കാണപ്പെടുന്ന എല്ലാ ജീവജാലങ്ങളുടെയും DNA സീക്വൻസ് ലഭ്യമായെങ്കിൽ മാത്രമേ നമുക്ക് സീക്വൻസ് അനാലിസിസ് എന്ന് പറയുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോസസ്സിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സീക്വൻസ് വെച്ച് മാത്രമേ നമുക്കിത് DNA സീക്വൻസിൻ്റെ ഡൈവേർജൻസ് കണ്ടുപിടിക്കാൻ സാധ്യമാവുകയുള്ളൂ. അതുപോലെ ഏറ്റവും പ്രയാസപ്പെട്ട ഒരു കാര്യം, DNA എന്ന് പറയുന്നത് വളരെ ചെറിയ ന്യൂക്ലിയോടൈഡുകൾ കൊണ്ട് മാത്രം നിർമ്മിച്ച ഒരു ഘടകമല്ല. ലക്ഷക്കണക്കിന് മില്യൺസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് അടങ്ങുന്നതാണ് ഓരോ DNA. അപ്പം ഈ മില്യൺസ് ഓഫ് ന്യൂക്ലിയോടൈഡിൻ്റെ സീക്വൻസ് നടത്തി അത് നമ്മൾ കമ്പ്യൂട്ടറുകൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകളിൽ അപ്ലോഡ് ചെയ്ത് ഇത് കമ്പയർ ചെയ്ത് അനലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു പ്രവർത്തനമായതുകൊണ്ട് സീക്വൻസിങ് പ്രോസസ്സിലൂടെ നമുക്ക് ഇനി ഡൈവേർജൻസ് എത്രത്തോളം സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. The environment plays a significant role in the patterns of variation among individuals. However, ultimate source of variation is the fuel for evolutionary change is mutation. ഇങ്ങനെ DNA സീക്വൻസിൽ ചേഞ്ച് ഇത് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ചേഞ്ച് വരുന്നത് എപ്പോഴും എൻവയോൺമെൻ്റൽ കണ്ടീഷനാണ്, അല്ലെങ്കിൽ ഒരു ജീവിക്കുന്ന ചുറ്റുപാടാണ് അവൻ്റെ ജീനുകൾക്ക് അല്ലെങ്കിൽ DNAകൾക്ക് ചേഞ്ച് ഉണ്ടാക്കുന്നതിൽ ഇടയാക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത്. എന്നിരുന്നാലും DNA ഡൈവേർജൻസ് സാധ്യമാകാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് മ്യൂട്ടേഷൻ തന്നെയാണ്. Within a species, there is usually a great deal of variation among individuals. അപ്പോൾ DNA സീക്വൻസുകളെക്കുറിച്ചും അതിൻ്റെ ഡൈവേർജൻസുകളെക്കുറിച്ചുമാണ് നമ്മൾ ഈ പാഠത്തിൽ ചർച്ച ചെയ്തത്. നമുക്കത്ര പരിചയമില്ലാത്ത, നമ്മൾ മുൻപ് പഠിച്ചിട്ടില്ലാത്ത ഒരു വിഷയമാണ്. പക്ഷേ ഇതിനകത്ത് ധാരാളം സാധ്യതകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും, ധാരാളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉന്നയിക്കാൻ കഴിയും. സീക്വൻസിങ് എത്രത്തോളം പ്രായോഗികമായി നിങ്ങൾക്ക് അറിയാനുള്ള
സാധ്യതകൾ ഇത്തരം പാഠങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിലേക്കുള്ള ഒരു വഴിയാണ് ഇത്തരം പാഠങ്ങൾ അല്ലെങ്കിൽ ഇത്തരം മോഡ്യൂളുകൾ. DNA സീക്വൻസിങ്ങുമായിട്ടും DNA സീക്വൻസിൻ്റെ ഡൈവേർജൻസുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചോദിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. താങ്ക് യു.